ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ പോയിട്ടാ നമ്മൾ കാണാൻ പോകുന്നത് ഡിമൺ സ്ലെയറിൻ്റെ സീസൺസ് 4 എപ്പിസോഡ് നമ്പർ 2ഉം 3യുമാണ്. വാട്ടർ ഹാഷുറ ഗായു ടോക്കിമ സ്പെയിൻ ഫുള്ളി റിക്കവേർഡ് ടാൻഡ്രോ ജോയിൻസ് ഓൺ ഹാഷുറ ട്രെയിനിങ് എന്ന് പറയുന്ന മെയ് 19ഉം മെയ് 26ഉം ഇറങ്ങിയ എപ്പിസോഡുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. അപ്പം നമ്മളെ ആദ്യം കാണിക്കുന്നത് ടമായോനാണ്. ടമായോ ആണെങ്കിൽ ആകെ മൊത്തത്തിൽ ഭീതിയായിട്ടിരിക്കുകയാണ്. സംഭവം നമ്മളുടെ ഉബയാഷിക്ക് അങ്ങനെ വിളിക്കോ, ഉബയാഷിക്ക് മാൻഷനിലേക്ക് അങ്ങനെ വിളിക്കോ, കാഗ്യ വിളിക്കോ എന്ന സംഭവത്തിലാണ്. അതായത് ഒരു വലിയ സിംഹത്തിൻ്റെ മട, അത് കുറേ നാളായിട്ട് വിശന്ന് കിടക്കുന്ന സിംഹം, അവിടത്തേക്ക് കയറി ചെല്ലുന്ന ഒരു മുയൽക്കുട്ടിയുടെ അവസ്ഥയാണ് ഇപ്പം ചെന്നാൽ. അപ്പോൾ അത് നമ്മളുടെ ടമായോയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ടമായോ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് സത്യമാണോ എന്ന്. പക്ഷേ ഈ കൊടുത്ത ഇൻഫർമേഷൻ മുസാനെ പറ്റി ആയിക്കോട്ടെ, നെസുക്കോനെ പറ്റി ആയിക്കോട്ടെ, യങ് വുമനെ പറ്റി ആയിക്കോട്ടെ, അതൊക്കെ ഒരു ട്രൂത്ത് പോലെ തോന്നുവാണ്. ആ ഒരു സ്ട്രൈക്കിംഗ് ട്രൂത്തായിട്ട് തന്നെ തോന്നുവാണ്. അപ്പോൾ യൂഷിറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടന്നത്. ഞാൻ കാക്കിയുടെ പ്രസൻസ് ഞാനിവിടെ കണ്ടു, ഞാൻ പെട്ടെന്ന് വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം, ഇല്ലെങ്കിൽ ഇപ്പം ഡിമൺ സ്ലേയേഴ്സ് വരും, നമ്മളെ കൊല്ലും പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പുതിയ ഹൈഡ് ഔട്ടിന് നോക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ടമായോ പറയാണ് ഇവർ പറഞ്ഞത് എല്ലാം എനിക്ക് റിയൽ ആയിട്ട് തോന്നുകയാണ്. ലൈക്ക് ആ ഒരു വിമൻ ഡിമൺ സ്ലെയറിൻ്റെ കാര്യം ആയിക്കോട്ടെ, അതുമാത്രമല്ല ബാക്കിയുള്ള സംഭവം ആയിക്കോട്ടെ, ആ ഒരു റിസർച്ച് അതെന്ത് ചെയ്തിട്ടു എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്തേ പറ്റൂ. അവൾക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ നെസുക്കോനെ ഹെൽപ്പ് ചെയ്യണം, ടാൻജറോനെ ഹെൽപ്പ് ചെയ്യണം. അതുമാത്രമല്ല ഈ ഒരു റിക്വസ്റ്റ് അവളോട് നമ്മളുടെ ആ ഒരു ഡിമൺ സ്ലെയേഴ്സിന് ഇത്രയും പേരെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. ആ ഒരു റിക്വസ്റ്റ് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഡിമൺ സ്ലെയർ കോർപ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയേ പറ്റൂ. അതിന് എന്തായാലും അത് റിയൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, പോവാമെന്ന് പറയാണ്. ഇതങ്ങനെ തീരുമാനിക്കാനായിട്ടുള്ളൊരു കാരണം പറയുന്നുണ്ട്. ഇത് പറഞ്ഞതെല്ലാം ട്രൂത്താണ്, മുസാൻ്റെ കാര്യം എല്ലാം ട്രൂത്താണല്ലോ. അപ്പോഴത്തേക്കും മുസാനെ തോപ്പിക്കാനായിട്ടൊരു ഹോപ്പ് നെസുക്കോയുടെ അടുത്തും ടാൻജറോയുടെ അടുത്തും ബാക്കി ഡിമൺ സ്ലേയേഴ്സിൻ്റെ അടുത്തും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ടൊരു അവസരം ഇവർക്ക് കിട്ടിയിട്ട് അവൾ പോവാതിരുന്നാൽ അത് ഏറ്റവും വലിയ തെറ്റല്ലേ. അത് മാത്രമല്ല ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ഹിൻ്റൊക്കെ കിട്ടി കുറച്ചുകൂടെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും ചിലപ്പോൾ നെസുക്കോനെ രക്ഷിക്കാനും സാധിക്കും. അങ്ങനെ വന്ന് എല്ലാവർക്കും കിട്ടാൻ പോകുന്ന ഒരു വലിയ ചേഞ്ച് തന്നെയായിരിക്കും, അത് വലിയ കാര്യം തന്നെ ആയിരിക്കും എന്ന് അവൾ പറയും. അവൾ എന്തായാലും നെസുക്കോനെ എക്സാമിൻ ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം എന്ന് തീരുമാനിച്ചു തന്നെയാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ അവർ ഡിമൺ സ്ലേയേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്ര ഡേഞ്ചറസ് ആയാലും പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതുമാത്രമല്ല ഇനിയിപ്പം നെസുക്കോനെ സഹായിച്ചേ പറ്റൂന്നുമാണ്. അപ്പോഴത്തേക്കും അത് കേട്ടിട്ട് യോഷിറോ ഷോക്ക് ആവുന്നുണ്ട്. അത് വേണമെന്ന് ചോദിക്കുമ്പം നമുക്ക് പോവാം, എന്തായാലും വരട്ടെ എന്ന് പറയാണ്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് ടാൻജറോനാണ്. ടാൻജറോയ്ക്ക് കാഗിയയുടെ അടുത്ത് നിന്നും ഒരു ലെറ്റർ കിട്ടിയേക്കാണ്. അതായത് ടാൻജറോനോട് പരമാവധി റെസ്പെക്റ്റോടെയാണ് നമ്മളുടെ കാഗിയ ഈ ലെറ്റർ എഴുതിയേക്കുന്നത്. കാരണം ഗിയു എന്ന് പറയുന്ന നമ്മളുടെ ഹാഷുറ എത്രത്തോളം ലോൺലി ആയിട്ടാണ് ഇരിക്കുന്നത്, അവൻ എലോൺ ആണെന്ന് ഫീൽ ചെയ്യുന്നു, അവൻ ബാക്കിയുള്ളവരെ പോലെ അല്ലെന്നും ഡിഫറെൻ്റ് ആണെന്നും ഒക്കെ അവന് ഫീൽ ചെയ്യുന്നു. എന്താണ് റീസൺ എന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു ട്രോമയൊക്കെ അവൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ നീ ഒന്ന് ക്ലിയർ ചെയ്യണം. കാരണം നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, നീ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ, നിന്നോടെ അവൻ പറയത്തുള്ളൂ, നീ വിചാരിച്ചാൽ പറ്റും, നീ അത് ചെയ്യണം എന്ന രീതിയിൽ ടാൻജറോനോട് പറയാണ്. പരമാവധി ശ്രമിക്കാനും പറഞ്ഞേക്കാണ്. അപ്പോൾ ഇത്രയും ഒരു റിക്വസ്റ്റ് കണ്ടിട്ട് ടാൻജറോയ്ക്ക് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. ടാൻജറോ അതിനായിട്ട് മൂവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ടാൻജറോ അടുത്ത ദിവസം തന്നെ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അവയിനെ കാണുന്നുണ്ട്, അവൾ നിലമൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് തൂത്തുവാരിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, അതായത് നീ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, നീ എവിടെ പോവാ, ഡിമൺ സ്ലേയേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് പോകാമെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല ഞാൻ അതിനൊന്നും അല്ല പോകും, ഹാഷുറ ട്രെയിനിങ് ഞാൻ പോകും, പക്ഷേ ഇപ്പോഴല്ല, ഞാൻ വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ട് ഒരാളെ കാണാനായിട്ട് ഞാൻ പോവുകയാണെന്ന് പറയണം. അപ്പോൾ പോയിട്ട് വാ എന്ന് അവോയി പറയുമ്പോൾ നമ്മളെ ടാൻജർ പറയണം ഒരാളെ കാണാൻ പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്, നിൻ്റെ ഹെൽപ്പ് നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്താണ് കാര്യവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടാൻജർ പറയുന്നുണ്ട് എനിക്ക് ഒരാളെ കാണണം, അയാളോട് സംസാരിക്കണം. പക്ഷേ അയാൾ എപ്പോഴും അങ്ങനെ ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരനാണ്, കുറച്ച് മൊസ്റ്ററനാണ്. അതുമാത്രമല്ല അയാൾ ഒറ്റയ്ക്കാണെന്ന് അയാൾക്കൊരു തോന്നലുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെ മാറ്റും, എങ്ങനെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാം, അയാൾ ഒറ്റയ്ക്കല്ല, അയാളുടെ കൂടെ ഒരുപാട് പേരുണ്ട് എന്ന കാര്യം അയാൾ ചിന്തിക്കുന്നത് എങ്ങനെ ഞാൻ പിടിച്ചെടുക്കും എന്നുള്ള സംഭവമൊക്കെ നമ്മുടെ ടാൻജറോ ചോദിക്കുകയാണ്. അപ്പോൾ അവോയി പറയാണ് നിനക്ക് ഉറപ്പാണോ നീ ഒരാളെ മാത്രമല്ലേ കാണാൻ പോകുന്നത്, അയാളുടെ കൂടെ അങ്ങനെയൊന്നും നിനക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന്. അപ്പോൾ ടാൻജർ പറയാണ് ഇല്ല, എനിക്ക് അയാളെ പറ്റിയിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ അയാൾ ഒറ്റയ്ക്കാണ്, അതെനിക്കറിയാമെന്ന്, അയാളെ മാത്രമേ ഞാൻ കാണാൻ പോകുന്നുള്ളൂ എന്നും പറയാണ്. അപ്പോൾ അവോയി പറയാണ് നീ മാക്സിമം കമ്പനി
നിൽക്കണം. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് അയാളെ മനസ്സിലാക്കി, അയാളുടെ അവസ്ഥ മനസ്സിലാക്കി അയാൾക്ക് തിങ്ക് ചെയ്യാൻ സമയം കൊടുത്തിട്ട് നിൽക്കണം. പിന്നീട് ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് കയറിപ്പറ്റാനുള്ള റേത്തെ ഓഫ്കോഴ്സ് ഓൾവേസ് എല്ലായിടത്തും പറയുന്ന പോലെ ഫുഡാണ്. അതുകൊണ്ട് ഒനിക്കറി തന്നു വിടാം, ഞാൻ ഉണ്ടാക്കിയതാ, ഇത് നീ അയാളുടെ കൂടെ ഇരുന്ന് കഴിക്കാം. അപ്പോഴത്തേക്കും എന്താണ് കുറച്ചുകൂടെയൊക്കെ സംസാരിക്കാനായിട്ട് തോന്നും അദ്ദേഹത്തിന് നല്ല ഫുഡ് കിട്ടുമ്പോൾ നല്ല മൈൻഡ് റിലാക്സ് ആവും, നല്ല വയറ് നിറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ പറയാണ്. അങ്ങനെ ടാൻജറോ അതൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ്. ഞാൻ പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഗിയോ ഒരു സ്ഥലത്ത് ധ്യാനത്തിൻ്റെ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ടാൻജറോ ചെന്ന് വിളിക്കുന്നുണ്ട്. ടാൻജറോ ആണെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന കേട്ടിട്ട് ഗിയോ ആണെങ്കിൽ കയറി വാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ടാൻജറോ ആണെങ്കിൽ ഡോർ ഇങ്ങനെ തട്ടിയിട്ട് ടാൻജറോ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളുടെ ഗിയോ ആണെങ്കിൽ പറഞ്ഞു വാ എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മളുടെ ടാൻജറോ ആണെങ്കിൽ ഞാൻ കയറട്ടെ, ഞാൻ കയറാമല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ടാൻജറോ ഇങ്ങനെ എത്തി നോക്കുകയാണ്. അത് കാണുമ്പോൾ ഇവൻ എന്തായി കാണിക്കുന്ന രീതിയിൽ ഗിയോ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പം തന്നെ ഗിയോക്ക് ഒരു എന്ന രീതി തോന്നുന്നുണ്ട്. ടാൻജറോ ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗിയോ ടാൻജറോ ആണെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ ട്രെയിൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വാട്ടർ ബ്രീത്തിങ് പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പറയാനില്ല. സാക്കോഞ്ചി പറഞ്ഞു അത് അത്ര യൂഷ്വൽ ആയിട്ടുള്ള ഒന്നല്ല, അതുകൊണ്ട് നമ്മൾ വേറെ ഒരു സ്റ്റൈല് ഇത് നിൽക്കണം എന്ന് ചേഞ്ച് നമ്മുടെ സ്റ്റൈലില്ലേ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് പഠിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ വാട്ടർ ഹാഷ്റോന് വേണ്ടല്ലേ എന്ന രീതിയിൽ പറയണം. അപ്പോൾ താങ്കളല്ലേ വാട്ടർ ഹാഷ്റോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഹാഷ്റോ അല്ല, നീ എന്നെ അത് വെച്ചിട്ട് കാണാൻ വരണ്ട, എന്നെ ട്രെയിനിങ്ങിനും കാണാൻ വരണ്ട, ഞാൻ ട്രെയിനിങ് ചെയ്യത്തില്ല, നിന്നെയും ചെയ്യത്തില്ല എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും ടാൻജറോ പറയണം അതെന്താ കുന്താന്നൊന്നുമില്ല, ഞാൻ പോണ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴത്തേക്കും ടാൻജറോ പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് ഗിയോ ആണെങ്കിൽ നേരെ വീട്ടിൽ കയറി വരുന്നുണ്ട്. ഗിയോ വീട്ടിൽ വരുമ്പോഴും ടാൻജറോ അവിടെ തന്നെ നിൽക്കുകയാണ്, എങ്ങും പോയിട്ടില്ല, ഇറക്കി വിട്ടെടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഗിയോ പറയാതെ വീടിനകത്ത് കയറുന്നതും ഇല്ല. അങ്ങനെ ഗിയോ ആണെങ്കിൽ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അത് ടാൻജറോ ശ്രദ്ധിക്കുന്നത് ഗിയോ കാണുന്നുണ്ട്, എന്നാലും മിണ്ടുന്നില്ല. പിന്നീട് ഗിയോ എങ്ങോട്ട് പോയാലും ടാൻജറോ കൂടെ പോവാണ്. അതിനുശേഷം ഗിയോ കുളിക്കുന്നിടത്ത് വരെ നമ്മുടെ ടാൻജറോ ചെറുക്കം ചെന്ന് എത്തി നോക്കുകയാണ്. ഗിയോനാണെങ്കിൽ ആകെ തലവേദന, ഇവന്റെ ജീവിതകാലം മൊത്തം എൻ്റെ പുറകെ നടന്ന് തീർക്കുവോ എന്നാണ്, ഇവൻ വല്ല പെൺപിള്ളേരുടെ പുറകെ നടക്കാതെ എന്ന രീതിയിൽ. കാരണം ഉറങ്ങുമ്പോൾ കുളിക്കുമ്പോൾ കഴിക്കുമ്പോൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ നിൽക്കുമ്പോൾ എപ്പോഴും ഗിയോയുടെ പുറകെ ഇങ്ങനെ നടക്കാണ്. ഇവന് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ഒരു പ്രാവശ്യം ഗിയോ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ടാൻജറോ പറയാണ് എനിക്കറിയത്തില്ല, നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം എന്ന രീതിയിലാണ് ഞാൻ വന്നത്, നിങ്ങളോട് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തിനാണ് പ്രശ്നം, നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാണ്. നിങ്ങളോട് ഞാൻ അപ്പോളജി ചോദിക്കുന്നുണ്ട് വാട്ടർ ബ്രീത്തിങ് പഠിക്കാത്തതിൽ, അതാണോ നിങ്ങളുടെ വിഷമം, അതുകൊണ്ടാണോ, ഞാനാണോ കാരണം, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ മൗണ്ട് സാഗ്രീനെ പറ്റിയിട്ടും സബീറ്റോനെ പറ്റിയിട്ടും ഒക്കെ ഗിയോ സംസാരിച്ച് തുടങ്ങുകയാണ്. അതായത് നമ്മുടെ സാക്കോഞ്ചിയുടെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടും അവിടെ ഉണ്ടാവുന്ന അവരുടെ ട്രെയിനിങ് എടുക്കുമ്പോൾ ബ്രീത്തിങ്ങിന് ഭയങ്കര വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഗിയോന് വെൽ പെർഫോം ചെയ്യാനൊന്നും പറ്റത്തില്ല. ആ ഒരു മൗണ്ട് നല്ല ഹൈറ്റുള്ള അത്ര പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു അങ്ങനത്തെ റീജിയനാണ്. അവിടെ ആകെ കൂട്ടുണ്ടായിരുന്നൊരു ബ്രദറിനെ പോലെ സബീറ്റോ ആയിരുന്നു. അപ്പോഴത്തേക്കും അവൻ്റെ കാര്യം പറയുമ്പോൾ ടാൻജറോയും സബീറ്റോനെ ഓർക്കുന്നുണ്ട്. കാരണം ടാൻജറോയ്ക്കും ആ ഒരു മാസ്ക് വെച്ച് ട്രെയിനിങ് കൊടുത്തത് സബീറ്റോ ആയിരുന്നു. അപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം നമ്മളുടെ ഗിയോനെ ഒരു വലിയ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വരുവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഗിയോന് എന്നാ ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഗിയോ ആകെ പെട്ടുപോയി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സ്പോർട്സ്മാൻമാരുണ്ട്, നമ്മളുടെ ഗിയോ ഉണ്ട്, സബീറ്റോ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഈ ഒരു വലിയ ഗ്രീൻ ആയിട്ടുള്ള ലാർജ് ഡീമൺ വരുവാണ്. അത് നമ്മളുടെ ഗിയോനെ കഴിച്ചതിന് ആ ഒരു വിഷമത്തിലും പേടിയിലും കരയുവാണ്. അവിടെയുള്ള എല്ലാവരും ഒളിച്ചു നിൽക്കുകയാണ്, ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ. അപ്പോഴത്തേക്കും നമ്മളുടെ സബീറ്റോ ആണ് അങ്ങോട്ട് വരുന്നത്. അവൻ വാട്ടർ ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്, ഗിയോ വാട്ടർ ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. സോഡ് യൂസ് ചെയ്യാൻ പൊള്ളിയാണ് നമ്മളുടെ സബീറ്റോ. അതുവെച്ച് തന്നെ ഫോർത്ത് ഫോം സ്ട്രൈക്കിംഗ് ടൈഡ് യൂസ് ചെയ്യാൻ ഒരു എസ് ഷേപ്പിൽ ഫോം ചെയ്ത് അത് വെച്ച് ആ ഡിമണ്ടിനെ ഈസി ആയിട്ട് തന്നെ കൊല്ലാണ്. നിന്നെ കൊണ്ട് പറ്റും, നീയും ജയിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സബീറ്റോ അവിടെ നിന്നും പോവാണ്. എന്നിട്ട് പിന്നെ സബീറ്റോയ്ക്ക് എന്തായി എന്നറിയാൻ വയ്യ. സബീറ്റോ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. അതായത് സബീറ്റോയ്ക്ക് ഒരാവശ്യമില്ലായിരുന്നു ഗിയോനെ രക്ഷിക്കേണ്ടത്, സ്വന്തം കാര്യം നോക്കി നിന്നിരുന്നെങ്കിൽ സബീറ്റോയ്ക്ക് ജയിക്കായിരുന്നു, ഗിയോ അവിടെ മരിച്ചും പോയേനെ. അപ്പോഴത്തേക്കും സബീറ്റോ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗിയോ ആണെങ്കിൽ ലാസ്റ്റ് വരെ ഒരു ട്രെയിനിങ്ങും എടുക്കാതെ ആ ഒരു ജസ്റ്റ് ഒരു ലക്കിൽ ട്രെയിനിങ്ങിൽ ഇതിൽ പാസ്സായി പോയി, ജസ്റ്റ് അവൻ കാരണം റെസ്ക്യൂ ആയിപ്പോയി, ആ സെലക്ഷനിൽ വന്ന ഒരാളായിട്ടാണ് ഗിയോന് തോന്നുന്നത്. അങ്ങനെയാണ് എന്ന് പറയുന്നത്. ടാൻജറോയുടെ കണ്ണുകൾ നിറയുവാണ്. മാത്രമല്ല ഗിയോ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ ഒരു സഡൻ കൊലാപ്സിൻ്റെ
ഇടയിൽപ്പെട്ടിട്ട് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ഡീമൺ സ്ലേയേഴ്സിന് നല്ലൊരു വാട്ടർ ഹാഷുര കിട്ടിയേനെ. ഞാൻ അത്ര നല്ല വാട്ടർ ഹാഷുരയൊന്നുമല്ല, അവനേക്കാൾ ബെറ്റർ ഒന്നുമല്ല, അവനൊരു അടിപൊളി സോഡ്മാൻ ആയിരുന്നു. ഞാൻ അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴും ആ വോയിസ് എനിക്ക് പതറുന്നുണ്ട്. എൻ്റെ വോയിസ് സ്ട്രോങ് അല്ല, ഞാൻ അങ്ങനല്ല ഇങ്ങനല്ല, ഞാനല്ലായിരുന്നോ മരിക്കേണ്ടത്, ഞാനല്ലേ അങ്ങനെ സംസാരിക്കാൻ എനിക്കിന്ന് അർഹതയില്ല എന്ന രീതിയിൽ പറയാണ്. പക്ഷേ ടാൻജിറോയ്ക്കും റങ്കോക്കുവിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് തോന്നുന്നത്. റങ്കോക്കു ഒരു പ്രാവശ്യം മുസാനെ തോപ്പിക്കുന്ന അവസ്ഥ വരെ കൊണ്ടുവരാനായിട്ട് കഴിവുള്ള അത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഹാഷുറായിരുന്നു. പക്ഷേ ടാൻജിറോനെ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റങ്കോക്കു മരിക്കുകയാണ്. അപ്പോൾ ടാൻജിറോയ്ക്ക് തോന്നിയ ആ ഒരു ഫീല്, അന്ന് ടാൻജിറോ അലറിക്കറിഞ്ഞ ആ കരച്ചിലിൻ്റെ റീസൺ തന്നെ ഇതായിരുന്നു. ടാൻജിറോ അല്ലായിരുന്നോ മരിക്കേണ്ടത്, റങ്കോക്കു അല്ലായിരുന്നല്ലോ എന്നായിരുന്നു ടാൻജിറോയ്ക്ക് തോന്നിയത്. കാരണം ടാൻജിറോ മരിച്ചത് കൊണ്ട് ഈ ലോകത്തിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ റങ്കോക്കു മരിച്ചത് കൊണ്ട് മുസാനെ നേരെ നിൽക്കാൻ പറ്റിയ നല്ല ഒരു ഒപ്പനൻ്റ് മരിച്ചു പോയതായിരുന്നു എന്ന്. പക്ഷേ ടാൻജിറോ അതിൽ നിന്ന് റിക്കവറായി വന്നത് എങ്ങനെ, റങ്കോക്കു പറഞ്ഞതുപോലെ ആ ഒരു ഹോപ്പ്, തന്നിലൊരു ഹോപ്പ് വെച്ചുകൊണ്ടാണ് ടാൻജിറോ ഇത്രയും മുമ്പോട്ട് വരുന്നതും ട്രെയിനിങ് എടുക്കുന്നതും ഒക്കേത്തിനും. അപ്പോഴത്തേക്കും അത് നമ്മളുടെ ഗ്യൂനോട് പറയാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്തത്, എന്തെങ്കിലും ഒരു ഇത് കാണുന്നു. ഗ്യൂ ഇങ്ങനെ കവാലത്തിന് കൈവെക്കാണ്. കാരണം എപ്പോഴും നമ്മളുടെ സബീറ്റോ ഗ്യൂവിനെ അടിക്കുമായിരുന്നു. കാരണം അവൻ എപ്പോഴൊക്കെ ട്രെയിനിങ് എടുക്കാൻ വീക്കാവുന്നു അപ്പോഴൊക്കെ അടിക്കുമായിരുന്നു. ഗ്യൂവും അടിപൊളിയായിട്ട് വാട്ടറിൻ്റെ ഇതിൽ നല്ല രീതിയിൽ വാട്ടർ ബ്രീത്തിങ് ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്യൂവിനത് ഫീൽ ചെയ്യാത്ത സബീറ്റോ അവനേക്കാളും മുമ്പിലാണ് എന്ന് തോന്നുമ്പോഴാണ് സബീറ്റോ പറയും, നിന്നെക്കൊണ്ട് പറ്റും, നീ അത് ചെയ്തേ പറ്റും, നിൻ്റെ അനുജത്തെ ഓർത്തെങ്കിലും നീ ചെയ്യണം. അവളുടെ കല്യാണത്തിന് മുമ്പുള്ള ദിവസം അവൾ ഡീമൺസിനെ പേടിച്ച് പോയി ഒളിച്ചതും ആൾക്കാർ ഇപ്പോഴും കളിയാക്കുന്ന ആ ഒരു സംഭവം ഒക്കെയും ഓർത്ത് നീ അത് ചെയ്യണം, ഡീമൺസിനെ കൊല്ലണം, നിന്നെക്കൊണ്ട് പറ്റും, നിൻ്റെ ഉള്ളിൽ ആ ഫയർ ഉണ്ട്, എന്നെക്കാളും നല്ല രീതിയിൽ നിനക്കത് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും നമ്മളുടെ സബീറ്റോ പറഞ്ഞ കാര്യങ്ങളും സബീറ്റോ എപ്പോഴും നമ്മളുടെ ഗ്യൂ ആ ഒരു ട്രാക്ക് മറന്നുവെന്നും തന്നെക്കാൾ, അതായത് ഗ്യൂ ആണ് കുറച്ച് വീക്കെന്നും സബീറ്റോ വലുതെന്നും കാണുമ്പോഴൊക്കെയും ഗ്യൂ പറയുമായിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ്, നീ അത് ചെയ്യണം എന്ന്. ഗ്യൂ ആലോചിക്കുകയാണ് ഞാൻ എന്തുകൊണ്ട് അത് മറന്നു പോയി എന്ന്. പിന്നീട് ഗ്യൂ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് അവനെ വിഷമിപ്പിക്കുന്ന സംഭവമല്ലേ, അതുകൊണ്ട് ഒരു പക്ഷേ മനഃപൂർവ്വം ഞാൻ മറന്നു കളഞ്ഞതായിരിക്കാം. എന്തായാലും ടാൻജിറോ അത് സഹായിച്ചു എന്ന രീതിയിൽ ടാൻജിറോനെ തിരിഞ്ഞു നോക്കുമ്പോൾ ടാൻജിറോ ആണെങ്കിൽ അയ്യോ വലിയ പണിയായെന്ന് തോന്നുന്നു, ഇയാളാണെങ്കിൽ കുറച്ച് മുമ്പ് അനങ്ങിക്കൊണ്ടെങ്കിലും നിന്നു, ഇപ്പോഴത്തേക്ക് ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം താങ്കൾ ആർക്ക് വേണ്ട എന്തിനു വേണ്ട എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ, അതുകൊണ്ടാണല്ലോ താങ്കൾക്ക് ആ ഒരു ഇത് വന്നത്, നമ്മുടെ സബീറ്റോ ഗ്യൂവിനെ രക്ഷിച്ചത് എന്നൊക്കെ ടാൻജിറോ പറഞ്ഞത് കേട്ടിട്ട് നമ്മളുടെ ഗ്യൂ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ ടാൻജിറോ പറയുന്നത് നമുക്ക് പോയിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന മത്സരം വെച്ചാലോ. അപ്പോഴത്തേക്കും ഗ്യൂ പറയുന്നുണ്ട് ഫുഡ് കഴിക്കുന്നവരോ, നമുക്ക് പോകാമല്ലോ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഹാഷ്ട്ര ട്രെയിനിങ്ങിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ടാൻജിറോ ചോദിക്കുന്നില്ല, കാരണം താൻ ചോദിച്ചത് തന്നെ തെറ്റായോ എന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതേസമയം നമ്മളുടെ ഷിനോബു പ്രേ ചെയ്യാതിരിക്കുകയാണ്. കനായിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നതും ആ ഒരു അറ്റംപ്റ്റും. പിന്നീട് നമ്മളുടെ ഷിനോബു ഭയങ്കര ഇമ്മച്യൂർ ആണെന്നും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നും ഒക്കെ ഷിനോബുവിന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഷിനോബു നമ്മളെ ഹാഷ്ട്ര ട്രെയിനിങ്ങിൻ്റെ ഭാഗമാകാത്തത്. അതുകൊണ്ട് തന്നെ ഷിനോബുവിന് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട്, മറ്റ് സംഭവങ്ങളൊക്കെ ഓർത്തിട്ടുള്ള റിഗ്രറ്റ് ഉണ്ട്. അപ്പോൾ കനാവ് അങ്ങോട്ട് കയറി വരികയാണ്. അവളോടും നമ്മളുടെ കനായയുടെ കാര്യം പറയുന്നുണ്ട്. എന്നപ്പോഴത്തേക്കും കനാവ് പറയുന്നുണ്ട് എനിക്കത് അറിയത്തില്ല, പക്ഷേ എനിക്കൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ട്രെയിനിങ് ചെയ്യണം. സെൻമിയാണ് ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ഗയോമിയുടെ ട്രെയിനിങ് ഉണ്ട്, അത് കഴിഞ്ഞ് എനിക്ക് നിങ്ങളുടെ അടുത്ത് കൂടെ ട്രെയിനിങ് വേണം. കാരണം ബട്ടർഫ്ലൈ മാൻഷനിൽ ഇവരാണല്ലോ. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ എന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഷിനോബു, നിങ്ങൾ നല്ല രീതിയിൽ എന്നെ ട്രെയിൻ ചെയ്യും, അപ്പോൾ നിന്നെ കൊണ്ട് പറ്റും, നിങ്ങൾ എൻ്റെ ട്രെയിനിങ് ആവശ്യമാണ് എനിക്ക്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ നിങ്ങളോട് സംസാരിച്ചോട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കനായനെ കൊന്ന ഡിമണ്ടിനെ പറ്റിയിട്ട് കനാവുവിനോട് സംസാരിക്കുന്നുണ്ട് നമ്മളുടെ ഷിനോബു. ഇപ്പോൾ അതുമാത്രമല്ല ഇത് കറക്റ്റ് സമയമാണെന്ന് ഷിനോബുവിന് തോന്നുവാണ് അവളോട് സംസാരിക്കാൻ. അങ്ങനെ ആ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് നമ്മളുടെ ഷിനോബു ഇവളെ മനസ്സിലാക്കാണ്. ഷിനോബു പരമാവധി അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മളെ കാണിക്കുന്നത് മൗണ്ടനിലാണ്. ഇവിടെ നമ്മൾ ടെൻഷൻ ട്രെയിനിങ് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അറിയാമല്ലോ ഭയങ്കര ഹാർഷായിട്ടുള്ള ട്രെയിനിങ് ആണ്. നിങ്ങൾ ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യണം, ഇനിയും സ്പീഡിൽ പുഷപ്പ് എടുക്കണം, ഇനിയും സ്പീഡിൽ ഹാഫ് ആയിക്കോട്ടെ വോൾ ആയിക്കോട്ടെ എങ്ങനത്തെ പുഷപ്പ് ആയിക്കോട്ടെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇനിയും ട്രൈ ചെയ്യണം, നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്താൽ പോരാ എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത സെൻമിയുടെ മിഡ്സൂറിയുടെയൊക്കെ ട്രെയിനിങ്ങിൽ നിന്ന് നിങ്ങൾ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹേയ് നിങ്ങൾ ഇനിയും നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറയാണ്.
ടെൻഷനാണെങ്കിൽ കയ്യിലിരിക്കുന്ന ഷണ യൂസ് ചെയ്ത് ഇനിയും നിങ്ങളുടെ ലിംസ് മൂവ് ചെയ്യണം, കാൽ ഇനിയും മൂവ് ചെയ്യണം, നിങ്ങൾ ഒരുപാട് ഇനിയും ഇതാവാണ്ടുണ്ട്, നിങ്ങൾ ഭയങ്കര വീക്കാണ്, ഡേ ബൈ ഡേ നിങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം, നിങ്ങളുടെ പെർഫോമൻസ് ഇനിയും ഇമ്പ്രൂവ് ആവണം, സിറ്റപ്സ് ഇനിയും എടുക്കണം, അങ്ങനെ കുറേ ഇമ്പ്രൂവ് ആയാൽ മാത്രമേ നിങ്ങളുടെ ബേസിക് വീക്ക്നെസ് ഉണ്ടാവത്തുള്ളൂ. ഇതൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ തന്നേക്കണ ഒരു ഇത് നിങ്ങളുടെ ബേസിക് ഫിറ്റ്നസ് ആണ്. സെൻമിയുടെ മിറ്റ്സുരിയുടെ അടുത്തൊക്കെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്ന് പറയാണ്. ഇവരാണെങ്കിൽ എൻ്റെ പൊന്നെ ഇത് തന്നെ ഒരു കാര്യം, അവന്മാരെന്തരാണ് എന്തോ, എന്തായാലും നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് തന്നെ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ടെൻഷൻ ഒരേ രീതിയിലും വിട്ട് കൊടുക്കുന്നില്ല. പിന്നെയും ഇവരെ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് സ്പീഡ് കൂട്ട്, നിങ്ങളുടെ പുറകെ ഒരു ഡീമൻ ഓടുന്നെന്ന് വിചാരിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പിടിക്കാനൊരു ഡീമൻ വന്നെന്ന് വിചാരിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ ഷണ യൂസ് ചെയ്ത് ഡിമാൻഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് അങ്ങ് ദൂരെ എന്നൊരു വിളി, ടെൻഷൻ എന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കുമാണ് കാണുന്നത് നമ്മളുടെ ടാൻസ്രോ. അയ്യടാ ഇതാരുടെ മോനെ, ഹേയ് നീ വന്നോ എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മളുടെ ടെൻഷൻ. അപ്പോൾ നമ്മളുടെ ടെൻഷനെ കാണുമ്പോഴത്തേക്കും നമ്മളുടെ ടാൻസ്രോയ്ക്ക് ചെറിയൊരിതുണ്ട്, കാരണം കണ്ണിൻ്റെ ആ പ്രശ്നമേ. അപ്പോൾ പറയണേ, കണ്ടില്ലേ എൻ്റെ ലുക്ക് ഇപ്പോൾ ഫാർ ബെറ്റർ ആയിട്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ടാൻജറോ നിനക്ക് നല്ല ഫാഷൻ സെൻസ് ഉള്ളതാണല്ലോ, നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ടാൻജറോ പറയണം, നല്ല ഭംഗിയുണ്ട്, താങ്കളെ ഇങ്ങനെ ഇത്രയും നല്ല പഴയ ആ ഒരു ജിൽ ആ ഒരു ഇതിൽ കാണുന്നതിൽ ഭയങ്കര സന്തോഷം, വരുമ്പോൾ തന്നെ ഇത്രയും നല്ല ട്രെയിനിങ് കൊടുക്കുന്നല്ലോ, സൂപ്പർ ട്രെയിനിങ് കൊടുക്കുന്നല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് ടാൻജറോ പറയണേ. തങ്കു എന്ന് നമ്മുടെ ടെൻഷൻ പറഞ്ഞിട്ട് പറയണേ, നീ പിന്നെയും അപ്പർ റാങ്കിൻ്റെ കൂടെ ശല്യമുണ്ടാക്കി, അപ്പർ റാങ്കിനെ തട്ടിക്കളഞ്ഞതെന്ന് ഞാൻ കേട്ടോ, എന്നിട്ട് നിനക്കൊരു പോറല് പോലും ഇല്ല എൻ്റെ മോനെ, സൂപ്പർ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ടാൻജറോ പറയുന്നത് തങ്കു, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം കാരണം ടെൻഷനാണ്. ഇത്രയും ടാൻജറോ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ടെൻഷനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന സമയം, ആ ഒരു ഇത്, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് എല്ലാം കണ്ടാണ് ടാൻജറോ അബ്സോർബ് ചെയ്തത്. റങ്ങോകൂനും ടെൻഷനും ഒക്കെ ഭയങ്കര പങ്കുണ്ട് എന്ന് പറയണം. അപ്പോൾ ടെൻഷൻ പറയുന്നുണ്ട്, മതി മോനെ, എന്നെ ഇവരെ മുമ്പ് വെച്ച് പോയിത്തണ്ട, നീ നാണം കെടുത്തുന്നത് പോലാണ്. ഓക്കെ, എന്തായാലും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തീർന്നാലും നമ്മൾ ടാൻജറോടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരെക്കാളും സ്പീഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും റെസ്റ്റ് എടുക്കുമ്പോഴും ടാൻജറോ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, എല്ലാവരെക്കാളും സ്റ്റാമിനയിൽ ചെയ്യുന്നുണ്ട്, എല്ലാവരെക്കാളും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇവർക്കിത് കാണുമ്പോൾ മനസ്സിലാവുകയാണ്, ഇങ്ങനെയാണ് അപ്പർ റാങ്കിനോട് ഫൈറ്റ് ചെയ്ത ഒരു ഡീമൺ സ്ലെയർ, ഇങ്ങനെയാണ് അവരുടെ ട്രെയിനിങ് എടുക്കുക, ഇത്ര സീരിയസ് ആയിട്ടാണ് എടുക്കുക. എന്നാലും ഇവരെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എൻ്റെ ഭഗവാനെ എന്നാണ് അവർ ആലോചിക്കുന്നത്. ടാൻജറോ അങ്ങനെ ഘട്ടോരമായ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുമാമിഗോ ഹെനാറ്റോസുറുവിനെ കാണുന്നത്. അപ്പോഴത്തേക്കും അവരെ കണ്ടതും ഇവനെ ഓടിച്ചെല്ലാണ്. അവരും ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്, നല്ല രീതിയിൽ നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ടാൻജറോനെ പോയിട്ടുണ്ടേ. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ടെൻഷനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് പറയുന്നത്. ടാൻജറോ നിന്നെ കണ്ടതിൽ ഇതായിട്ടുണ്ടെന്ന് പറയാണ്. നീ അപ്പർ റാങ്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തു എന്ന് കേട്ടു, അതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്, അതൊരു ലഞ്ച് ബ്രേക്കാണ്. അപ്പോഴാണ് ടെൻഷൻ ബോളെ വെക്കുന്നത്, നിങ്ങളിത് കഴിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ചാവട്ടെ കോട്ടാം, അടുത്ത ട്രെയിനിങ് നിങ്ങൾ നോക്കുക, ഉരുട്ടി ഉണ്ടാക്കി ഇടുന്നതായിരിക്കും, അടുത്ത ട്രെയിനിങ് ബോംബ് വിഴുങ്ങുന്നതായിരിക്കും, കഠിനമായ ട്രെയിനിങ് ഞാൻ തരും, മര്യാദയ്ക്ക് ചെയ്ത് വന്ന രീതിയിലൊക്കെ പറഞ്ഞ് ടെൻഷൻ ഇങ്ങനെ പേടിപ്പിച്ച് നല്ല രീതിയിൽ ഫുഡും കഴിപ്പിക്കുവാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ സുമ പറയുക, അതായത് നമ്മളുടെ ടെൻഷൻ തന്നെ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല, അയാൾ ഭയങ്കര പാവമാണെന്ന്. അപ്പോഴത്തേക്കും പറയാണ്, നീ എന്നെ രക്ഷിച്ചതിന് ഭയങ്കര ഇതുണ്ട് ടാൻജറോ, നിൻ്റെ എബിലിറ്റീസ് അതൊക്കെ നീ പിന്നെ ഇതായിട്ട് കൊണ്ടുവരാണ്, നീ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നീ ഒരുപാട് ഫാസ്റ്ററാണ്, ലിഫ്റ്റിങ്ങിൽ ഒരുപാട് മുമ്പിലാണ്, അതുപോലെ തന്നെ എല്ലാത്തിലും നീ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഡംപ് ഫോൾഡിങ്ങിലും ഫിസിക്കൽ എബിലിറ്റീസിലും നീ മുമ്പിലായിട്ടുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ നീ ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ രണ്ടുപേര് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ സ്പോർട്സ്മാൻമാർ സംസാരിക്കുന്നതുകൊണ്ട് ടെൻഷൻ്റെ ട്രെയിനിങ്ങിൽ നിന്ന് ഒഴിവാനായിട്ട് പെട്രോളിന് പോയാൽ മതിയെന്ന്. രാത്രി പെട്രോളിങ് ഇറങ്ങൂലേ പോലീസുകാരൊക്കെ, അപ്പോൾ അതുപോലെ ഇറങ്ങിയാൽ മതി, അപ്പോൾ രാവിലെ റെസ്റ്റ് കിട്ടും, അതുകൊണ്ട് ട്രെയിനിങ്ങിന് വരണ്ട. സോ അത് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പോകാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ ഇത് ടെൻഷൻ അത്ര ഇഷ്ടമല്ല, കാരണം അവരെപ്പോഴും ട്രെയിനിങ്ങിൽ പാർട്ടായിരിക്കണം, ഒരു ട്രെയിനിങ് പോലും മിസ്സാക്കരുത് എന്നാണ് അവൻ്റെ ആഗ്രഹം. കാരണം ഇവരിവിടെ ലാഗ് ആവും തോറും അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സമയം എടുത്തുകൊണ്ടേയിരിക്കും. ടെൻഷന് പോവണ്ട എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവിടെ നിൽക്കുന്ന എല്ലാ സ്പോർട്സ്മാൻമാരുടെയും ആ ഒരു ഒരു പ്രൊട്ടക്ഷന് ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അവന്മാർ പെട്രോളിങ്ങിന് പോവുകയാണ്. രാത്രി പോകുമ്പോൾ നസുകോയുടെ കാര്യം സംസാരിക്കുന്നതുകൊണ്ട് ഡീമൻസ് ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഒരു സ്പോർട്സ്മാൻ പറയാണ്, ഡീമൻസ് ഡിസപ്പിയർ ആയിരുന്നെങ്കിൽ എന്നൊരുത്തൻ പറയാണ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, കാരണം കുറേ വർഷങ്ങൾ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഡീമൻസ് ഉണ്ട്, അപ്പോഴത്തേക്കും ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നില്ലേ, അവനെ കാണാനില്ല.
അറിയില്ല. അയ്യോ ഡീമൺ പിടിച്ചു 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 എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലൈറ്റ് കത്താണ്, ആ റാന്തൽ കത്താണ്. അത് പൊട്ടിയിട്ട് കത്തുവാണെന്ന് ചോദിച്ചാൽ അല്ല, ആ ചെറുക്കൻ പീക്കിരി അവിടെ ചെന്ന് വേന്നാക്കി പേടിപ്പിക്കുകയാണ്. ഇവൻ നല്ല രീതിയിൽ പേടിച്ചു. അപ്പം നമ്മളുടെ ഈ പേടിച്ചവൻ പറയാണ്, എടാ മോനെ നൈസ് ട്രൈ, പക്ഷെ ഡോണ്ട് ട്രൈ ഇറ്റ് അഗെയിൻ. കാരണം ഇനി ഇമാതിരി പരിപാടി നീ കാണിക്കൽ, ഇത്രയും ടെൻഷൻ ആവുന്ന വരെ സമയമില്ല. ഒന്നാമത് ഡിമൻസ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് ഡിമൻസിൻ്റെ അഴിഞ്ഞാട്ടം ഇല്ല. അങ്ങനെ കേൾക്കുമ്പോൾ അവർ പറയുമ്പോൾ തന്നെ അപ്പുറത്തൊരു സൗണ്ട് കേൾക്കാണ്. ചെന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒന്നുമില്ല. പിന്നീട് അങ്ങോട്ട് അകത്ത് കയറി പോകാൻ നോക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മളെ കാണിക്കുകയാണ്, അതായത് 4th റാങ്ക് ഡിമൻ്റെ ഐബോൾസ്. ആ ഒരു റാങ്ക് ഡിമൺ ഇവരെ ഫോളോ ചെയ്തും വരികയാണ്. അത് ആരാ, എന്താ പിന്നെ നടന്നതെന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. പിന്നെ നമ്മളെ നേരെ കാണിക്കുന്നത് അടുത്ത ദിവസം ട്രെയിനിങ് ആണ്. അവിടെ നമ്മളെ ടാൻജൻ എല്ലാവരുടെയും മുതുകത്ത് ഓരോരുത്തരും ഇരുത്തേക്കാണ്. ബാക്കി എല്ലാവരും അവരെക്കാളും ചെറിയ ആൾക്കാരെ എടുക്കുമ്പോൾ ടാൻജനോ മാത്രം അവനേക്കാളും വലിയ ആളിനെ എടുത്ത് ഏറ്റവും മുമ്പിൽ കൂടെ ഓടാണ്. ഓരോരുത്തരായിട്ട് വീഴുന്നുണ്ട്. പക്ഷെ ടാൻജനോ അവൻ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തി. അയാളെ നിർത്തിയിട്ട് പിന്നെ ടാൻജനോ പുഷപ്സ് സിറ്റപ്സ് അങ്ങനെ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ടാൻജനോയുടെ സ്റ്റാമിനയും ആ ഒരു ഒരു സ്ട്രെങ്ത്തും ആ ഒരു ജിലിപ്പും കണ്ട് ഇവന്മാർ തന്നെ ചോദിക്കുകയാണ്, ടാൻജറോ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ചോദിക്കുന്നത് കേട്ടോ. അത് നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പർ റാങ്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ, നീ എങ്ങനെ അത് ചെയ്തേ, അതാണോ നിൻ്റെ സ്റ്റാമിനയുടെ രഹസ്യം എന്ന രീതിയിലൊക്കെ. അങ്ങനെ ടാൻജറോ ചോദിക്കാൻ ആ പെർട്ടിക്കുലർ നിമിഷത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം. അതായത് അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊയ്ച്ചറോ അവിടെ മിറ്റ്സൂരി ഇവിടെ, ഞാനാണെങ്കിൽ ഇവിടെ. അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. മൊയ്ച്ചറൊക്കെ ആണെങ്കിൽ മുഖം മൊത്തം ആളെ കുത്തി. അങ്ങനെ എനിക്കാണെങ്കിൽ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, മിറ്റ്സൂരിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് ഇവന്നെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാണ്. അപ്പോൾ അവിടെ പോരുത് ഇവിടെ വരുത്, അങ്ങനെ ഇവിടെ മൊത്തത്തിൽ അവിടെ ഒരു ബബ്ലേ ആയിപ്പോയി. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഡിമനാണെങ്കിൽ മൊത്തത്തിൽ ഇരുട്ടിലാണ് നമ്മൾ ഡിമനെ കണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്വാസം കിട്ടാതെ ടാൻജറോ പറഞ്ഞ് നിൽക്ക് ഞാൻ പറയാം എന്ന് പറയുമ്പോൾ തന്നെ അവന്മാർക്ക് പേടിയായി. അവന്മാർക്കൊക്കെ അറ്റാക്ക് വന്നു. ആദ്യം ഇരുട്ടത്ത് ഡിമൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറ്റാക്ക് വന്നു. അപ്പോൾ ഇവന്മാർ പറയുന്നുണ്ട്, ഓഹോ ടാൻജറോനെ നോക്കി അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം അവൻ ഇത്രയും ഡിമൻസിൻ്റെ കൂടെ, അതും അപ്പർ റാങ്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തതിൻ്റെ റീസൺ തന്നെ അതായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ടെൻഷൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയണേ, ഇന്ന് നിങ്ങൾക്ക് ഇനി അടുത്ത് തരാൻ പോകുന്നത് നിങ്ങൾ അമ്മല കണ്ടോ, അന്തമല നിങ്ങൾ ചുറ്റി വരണം എന്ന് പറയണം. അപ്പോഴത്തേക്കും ഇവരോട് പറയണം, നിങ്ങൾ ചുറ്റി വന്നിട്ടേ നിങ്ങൾക്ക് ഫുഡ് ഉള്ളൂ എന്ന്. അങ്ങനെ അതേസമയം നമ്മളുടെ സുമയൊക്കെ പറയുന്നുണ്ട് ടാൻജറിനോട്, അതായത് അദ്ദേഹം പോലും ഫുഡ് കഴിക്കത്തില്ല. ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് വരാൻ താമസിച്ചപ്പോൾ, ഇവിടുന്ന് നമ്മുടെ സ്പോർട്സ്മാൻമാർ വരാൻ താമസിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡീമൺ സ്ലേയേഴ്സ് വരാൻ താമസിച്ചപ്പോഴത്തേക്കും അത്രയും നേരം ടെൻഷൻ എന്ത് ചെയ്യാതിരുന്നു, ഫുഡ് കഴിക്കാതിരുന്നു, അവർക്ക് വേണ്ടി കാത്തിരുന്നു. അവസാനത്തെ ആളവ് ടെൻഷനായി പോയി എടുത്തോണ്ട് വന്നേന്ന്. അങ്ങനെ സുമയും മികോയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ടെൻഷൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കൂലെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളെ ടാൻജറോ കുർത്തം കേട്ടവൻ ഇവിടെ നിന്ന് കഥ കേട്ടോണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ടാൻജറോയും പോവാണ്. ടാൻജറോ ഓർക്കുന്നുണ്ട് ഓരോ ഇങ്ങനെ ഡീമൺ സ്ലേയേഴ്സിനെ ഹാഷർ ആക്കുന്ന എങ്ങനെ അവർ പിന്നെയും സ്ട്രെങ്ത് കൂടി വരുമ്പോഴാണ് അതിന് ട്രെയിനിങ് ആവശ്യമെന്ന്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ഹോട്ടലിലെ സീനാണ്. അവർ ഫുഡ് ചലഞ്ച് വെച്ചില്ല, ടാൻജറോ കഴിച്ചു ഉപ്പാടത്രയും വന്ന്, എന്നിട്ടും ഗിയു കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇയാൾ എങ്ങനെയാണ് അപ്പം ഇങ്ങനെ കഴിക്കുന്നതെന്ന് നോക്കുകയാണ്. ഈക്വലായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് കൂടെ ഓർഡർ ചെയ്തിട്ട് പിന്നെയും കഴിക്കുകയാണ്. എനിക്കൊന്നും കൂടെ കഴിക്കാൻ പറ്റൂ, ഇതിൽ ആര് ജയിക്കുന്നു എന്നതിലല്ല ഇരിക്കുന്നത്. നീ ജയിച്ചാൽ നീ എന്നെയും കൊണ്ട് ട്രെയിനിങ്ങിന് പോവും, ഞാൻ ജയിച്ചാൽ ഞാൻ വരത്തില്ല, അങ്ങനെയല്ല ടാൻജറോ ചോദിക്കുമ്പോൾ ടാൻജറോ പിന്നെയും ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. കാരണം ഒരു പ്ലേറ്റും കൂടെ ഗിയു കഴിക്കുള്ളൂ എന്നാണ് ഗിയു പറഞ്ഞേക്കണം, അതാണ് മാക്സിമം. അതിന് ശേഷം ഗിയു കഴിക്കുമെന്നാണ്. ആ ഒരു വാശിയിൽ പിന്നെയും ടാൻജറോ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സെർപ്പൻ്റ് ഹാഷുറേനെയും വിൻ ഹാഷുറേനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അതായത് അവരുടെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടെന്ന് പരസ്പരം തിരക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഹാഷർമാരാവാൻ മാത്രം ലെവലിൽ അത്രയും ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒബനായും ജന്മിയും കൂടെ പറയുന്നുണ്ട്, അതായത് എന്തോ ഒരു മിസ്ഫോർച്യൂൺ പോലെ, ഒരു ബാഡ് ലക്ക് പോലത്തെ എന്തോ ഒരു സാധനം നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സൈലൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു വലിയ സംഭവം വരുന്നതിന് മുമ്പ് ഒരു സൈലൻസ് ഉണ്ടാവും എന്ന് പറയത്തില്ലേ, അതാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കാസലിനെ പറ്റിയാണ്. അതിനെ പറ്റിയിട്ട് തിരക്കിയിട്ടൊന്നും മനസ്സിലാവില്ല. ആ ഡീമൺ ഡോർ തുറന്ന് ചാടിയത് പോലെയാണ് തോന്നിയത്. അവിടെ നിന്ന് ചാടിയപ്പോഴത്തേക്ക് ഇപ്പം വേറൊരു ലോകത്തേക്ക് പോയി. പക്ഷെ അതെങ്ങനെ അപ്രത്യക്ഷമായി, അങ്ങനെ ഒരു ചാൻസേ ഇല്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും പറയാണ്, എടാ എനിക്ക് ഒരു സംഭവം ഉണ്ട്. അതായത് ഒബനായി പറയുന്നുണ്ട്, ജന്മി ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എന്തെങ്കിലും ഒരു ബാഡായിട്ടൊരു സംഭവം നടക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെപ്പറ്റി ഫ്യൂച്ചർ ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ആലോചിച്ചാൽ എനിക്ക് നിർത്താനേ പറ്റത്തില്ല. അങ്ങനെ ഒരു സമയമാണിത്. പക്ഷെ ഞാനിത് ആലോചന നിർത്തിയാൽ പിന്നെ എനിക്ക് ആലോചിക്കാനും തോന്നത്തില്ല, എനിക്ക് പേടിയാവും. അങ്ങനത്തെ ഒരു രീതിയിൽ എന്തോ ഒന്ന് നടക്കാൻ പോവുകയാണ് എന്നിവിടെ പറയാണ്. അപ്പോൾ ഒബനായി പറയുന്നുണ്ട്, ഇപ്പം അതല്ലല്ലോ നമ്മളുടെ പ്രശ്നമാണ്. അപ്പോൾ ജന്മി പറയുന്നുണ്ട്, വാ നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്ന്.
അതുമാത്രമല്ല അതിൻ്റെ ഇടയിൽ അവർ നെസൂക്കോൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. നെസൂക്കോനെ തിരക്കായിരിക്കും ഡിമൻസ് വരാൻ ചാൻസ്. അതുമാത്രമല്ല നെസൂക്കോ ഇങ്ങനെ ആയതിനു ശേഷം ഡിമൻസിൻ്റെ ആ ഒരു സംഭവം കുറഞ്ഞു, അവർ എഫക്റ്റ് കുറഞ്ഞു. ഇനിയിപ്പോൾ ചിലപ്പോൾ വലുതെന്തോ വരാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ഇവർ ട്രെയിനിങ് എടുക്കുന്നത്. എന്തായാലും പറ്റും, ഇപ്പോൾ ഉള്ള പിള്ളേരെ എങ്ങനെയെങ്കിലും ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിന് ഫസ്റ്റ് നമ്മൾ ട്രെയിനിങ് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതേസമയം ടാൻജിറോനെ കാണിക്കുകയാണ്. ടാൻജിറോ ടെൻജിൻ്റെ വൈഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഹിനാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിനാറ്റനെ ഓർമ്മ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹിന, സുമ, മിക്കോ എന്ന് പറയാം. അപ്പോഴത്തേക്കും ഹിന പറയാണ് നീ ഇങ്ങനെ ചെയ്തതിൽ ഒരുപാട് നന്ദിയാണ്. അപ്പോൾ ടാൻജിറോക്ക് ടീ കൊടുക്കുന്നുണ്ട് സുമ. അപ്പോൾ പറയുന്നുണ്ട് ഗായക്കൊരു ടീ തന്നില്ലേ, അതിന് എനിക്ക് ഭയങ്കര എനിക്ക് ഈ ഒരു സമയത്ത് അത് ആവശ്യമാണ്, എനിക്ക് ടീ ഭയങ്കര ഇഷ്ടമാണെന്ന രീതിയിൽ ടാൻജിറോ പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഹിന പറയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും, ഞാൻ അതിനൊന്നും അല്ല നിന്നോട് സംസാരിക്കാൻ വന്നത്. അതായത് ഞാൻ ഇത് തിരിച്ച് താങ്ക് യു പറയാണ്. കാരണം ഞങ്ങൾ ടീ ഉണ്ടാക്കി തന്ന അങ്ങനെയല്ലടാ, കാരണം നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു, അതും അത്രയും ഭയങ്കര ടഫായിട്ടൊരു സിറ്റുവേഷനിൽ നിന്നപ്പോഴത്തേക്കും. എപ്പോഴും ടെൻഷൻ നിൻ്റെ കാര്യം പറയാറുണ്ട്, കാരണം നീ എത്രത്തോളം സ്മാർട്ടായിരുന്നു. നീ മാത്രമല്ല നെസൂക്കോ, ആ ഒരു യെല്ലോ ഹെഡഡ് ബോയ് അവരൊക്കെ കാരണം, അതുമാത്രമല്ല ടെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും നിങ്ങളെല്ലാം കാരണമാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ പരമാവധി എസ്പെഷ്യലി നെസൂക്കോ അവളോടൊക്കെ എനിക്കറിയത്തില്ല, നീയൊക്കെ ഒരുപാട് ഇത് ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ടാൻജിറോട് പറയണം. ടാൻജിറോ പറയുന്നത് അങ്ങനെയൊന്നും പറയരുത്, നമ്മളൊക്കെ എന്താണ് അങ്ങനെയൊന്നും പറയരുത്, എനിക്കും ആ ഒരു രീതിയിലല്ലേ, എനിക്ക് സ്ട്രെങ്ത് ഉണ്ടായില്ലേ, അത്രയേ ഉള്ളൂ. എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് അല്ലായിരുന്നോ, നെസൂക്കോൻ്റെ ലൈഫിലായാലും അതൊരു ഇതല്ലായിരുന്നോ എന്ന് പറയണം. എല്ലാവർക്കും അതുപോലെ ആയിരുന്നോ, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ടാൻജിറോ പറയാണ്. അപ്പോൾ നമ്മളുടെ ടെൻഷനെ കാണിക്കുകയാണ്. ടെൻഷനാണെങ്കിൽ അടുത്ത ദിവസം ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയാണ്. നിങ്ങളിന്ന് ഫൈറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറയാണ്. അങ്ങനെ ടെൻഷനാണെങ്കിൽ രാത്രി ആ പറഞ്ഞ കാര്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഇരുട്ടത്താണെങ്കിൽ ടെൻഷൻ ഭയങ്കര സൂപ്പറായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ടാൻജിറോയ്ക്ക് മനസ്സിലായി എനിക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ടെൻഷൻ ഒരു ഓൾഡ് ഹാഷറയാണ്, പഴയ ഹാഷറയാണ്. അത്രത്തോളം ഡീമൻസിനെ കൊന്നിട്ടുണ്ട്, അത്രത്തോളം ട്രെയിനിങ് ഉണ്ട്. സോ അദ്ദേഹത്തിനെ കാണാൻ കഴിയത്തില്ല. പിന്നീടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്മെല്ല്. അദ്ദേഹം അത്ര പക്കാ ക്ലിയർ ആയിട്ടാണ് ആ സ്മെല്ലിനെയും കൊണ്ടുപോകുന്നത്. അതായത് എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ സ്മെല്ലാണ്, എല്ലായിടത്തും ആ സ്പീഡിന് അദ്ദേഹം ഓടിയെത്തുന്നുണ്ട്, ഒരിടത്ത് കൂടുതൽ കുറവെന്നില്ല. അപ്പോൾ സ്മെല്ലിലും പറ്റത്തില്ല. പിന്നെ സൗണ്ടിലും അത്രയും ക്ലിയർ ആയിട്ട് പക്കയായിട്ട് അദ്ദേഹം മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്മെല്ല് കാണാൻ പറ്റത്തില്ല, സൗണ്ടും ഇല്ല. അപ്പോഴത്തേക്കും എങ്ങനെയും നോക്കുമ്പോൾ ടാൻജിറോ ഫ്രണ്ടിൽ നിന്ന 3 പേരെ അദ്ദേഹം അടിച്ചിടാണ്. എന്നിട്ട് ടെൻഷൻ പിന്നെയും മാഞ്ഞ് പോവാണ്. അപ്പോൾ ഓരോ ഡീമൺ സ്ലേയേഴ്സ് ആയിട്ട് ഇവിടെ നിന്ന് പറയുന്നുണ്ട് അവന്മാരെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അപ്പോഴത്തേക്കും ടാൻജിറോ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റും കൂടണം. അപ്പോൾ ടെൻഷൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച അവന്മാരെ അങ്ങനെ ടാൻജിറോയുടെ ചുറ്റും കൂടാതെ നിൽക്കാൻ. അതായത് ഓരോ ഗ്യാപ്പ് വരാതെ ടെൻഷനെ അടിക്കണം. അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. കാരണം ഗ്യാപ്പ് വരുമ്പോൾ ടെൻഷൻ ഈസി ആയിട്ട് ഓരോരുത്തരായിട്ട് അറ്റാക്ക് ചെയ്യും. ഒന്നിച്ച് നിന്നാൽ എന്താണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന രീതിയിലാണ് നമ്മുടെ ടാൻജിറോ പറയുന്നത്. അപ്പോഴത്തേക്കും ടെൻഷൻ ആണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, നിങ്ങൾ ഇനിയും സ്ലോ ആണ്, ഇനിയും സ്പീഡാവണം എന്ന രീതിയിൽ ടെൻഷൻ ഇപ്പോഴും ട്രെയിനിങ് കൊടുക്കുകയാണ്. ഒരുത്തം പേടിച്ച് നിൽക്കുമ്പോൾ നീ ഡിമണിനെ കാണുമ്പോഴും ഇങ്ങനെ പേടിച്ച് നിൽക്കോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടെൻഷൻ ഒരു ഓൾഡ് ഹാഷറാണെന്ന രീതിയിൽ അവനും പറയുമ്പോൾ നീ ഒരു ഡിമൺ ആണെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കോടാ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴും പേടിച്ച് നിൽക്കുവാണോ നീ മൂവ് ചെയ്യുന്നല്ലേ എന്ന രീതി ചോദിക്കുകയാണ്. ടെൻഷൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അവന് പേടിയാവുകയാണ്. അപ്പം പിന്നെ ടെൻഷൻ നേരെ ടാൻജിറോ എടുത്ത് പോവാണ്. ആ മൂൺ ലൈറ്റിൽ കൃത്യമായിട്ട് ടെൻഷനെ ടാൻജിറോയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടാൻജിറോ എത്ര ഇമ്പ്രൂവ് ആയെന്ന് ടെൻഷന് തന്നെ മനസ്സിലാവാണ്. കാരണം ഇതുവരെ ടെൻഷന് നേരെ അറ്റാക്ക് ആയിട്ട് വന്നിട്ടില്ല. ബാക്കിയുള്ളവരെ ടെൻഷൻ അടിച്ചിടുകയാണ്, നിങ്ങൾ ഭയങ്കര സ്ലോ ആണ്, ഇനിയും ഫാസ്റ്റ് ആകുമെന്നും പറഞ്ഞ് അടിച്ചിടുകയാണ്. എന്നിട്ട് ടാൻജിറോ എടുത്ത് പോവാണ്. എന്നിട്ട് ടാൻജിറോ ആണെങ്കിൽ ടെൻഷൻ്റെ കൂടെ ഡയറക്റ്റ് ഫൈറ്റിന് പോകുന്നുണ്ട്. 2 പേരുടെയും കൂടെ സോഡ് കൂട്ടിമുട്ടി ഒരു വലിയ കാറ്റ് തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തെറിച്ചു മാറുകയാണ്. അപ്പോഴാണ് അവർ നേരിട്ട് 2 ഒരേപോലെ വാശിയുള്ള 2 പേര് ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നത്. ഒരേപോലെ അപ്പർ റാങ്ക് ഡിമൻസിനോട് ഫൈറ്റ് ചെയ്തിട്ടുള്ളവർ കാണുന്നത്. അവരുടെ സർവൈവലിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്ത ആ ഒരു ഇത് കാണുന്നത്. ടാൻജിൻ ആയിക്കോട്ടെ നമ്മൾ ടാൻജിറോ ആയിക്കോട്ടെ 2 പേരും സർവൈവലിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ടാൻജിറോയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ടെൻഷൻ ഇങ്ങോട്ട് തരുന്ന പ്രഷറും ഫോഴ്സും എത്രയാണെന്ന്. കൃത്യമായിട്ട് ടാൻജിറോയുടെ വീക്ക്നെസ് മനസ്സിലാക്കി ടെൻഷൻ അറ്റാക്ക് ചെയ്യാണ്. ടെൻഷനും മനസ്സിലാവുന്നുണ്ട് ടെൻഷൻ്റെ വീക്ക്നെസ് നോക്കിയിട്ട് ആ ഒരു സ്ട്രെങ്ത്തിൽ ടാൻജിറോയും വിട്ട് കൊടുക്കാതെ നിൽക്കുകയാണ്. ഒന്ന് ടാൻജിറോ ഈ ബലം
കൊടുക്കുന്നില്ലേ, അതൊന്നും മാറ്റിയാൽ ടാൻഡ്രോ തോകും, ടെൻഷൻ ചെയ്യിക്കും. പക്ഷെ അതിനൊരു അവസരം കൊടുക്കാതെ ടാൻഡ്രോ അതേ കട്ടയ്ക്ക് നിൽക്കുവാണ്. പിന്നെയും നമ്മുടെ ടെൻഷൻ ഇത് കൂട്ടുമ്പോൾ ടാൻഡ്രോയും കൂട്ടാണ്. അതായത് ടാൻഡ്രോ പ്രെഡിക്റ്റ് ചെയ്ത് കൂടെ നിൽക്കുകയാണ്. ഒത്തിരി കൂട്ടിയാൽ അത്ര കൂട്ടാണ്, ആ സമയം തന്നെ കൂട്ടുകയാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ടെൻഷന് മനസ്സിലായി ടാൻഡ്രോ കളി പഠിച്ചു, അവൻ കുറേ അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവൻ സ്ട്രെങ്തിലായിക്കോട്ടെ ബുദ്ധിയിലായിക്കോട്ടെ എല്ലാത്തിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഡീമൺ സ്ലേയേഴ്സിന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 1-on-1 ഫൈറ്റാണ്. എന്നാൽ അതല്ല നടക്കേണ്ടത്. അവരെല്ലാവരും കൂടെ നിന്ന് വേണം ഫൈറ്റ് ചെയ്യാൻ. ചിലപ്പോൾ ടാൻഡ്രോയുടെ ലെവലിന് പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ ടാൻഡ്രോയ്ക്ക് ബാക്കപ്പ് കൊടുക്കാനെങ്കിലും പറ്റുമല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാം കൂടെ ടെൻഷനെ റൗണ്ട് ചെയ്യാണ്. ടാൻഡ്രോയും ടെൻഷനും അടിപൊളിയായിട്ട് ഫൈറ്റ് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷനും ഇത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. അങ്ങനെ വാ മക്കളെ എൻ്റെ നേരെ റൗണ്ട് അപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ടാൻഡ്രോ നല്ല കിടിലമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഇവന്മാരും നല്ല എൻകറേജ് ആവുന്നുണ്ട്. അറ്റാക്ക് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു 5-10 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ടെൻഷൻ എല്ലാവരെയും അടിച്ചിടാണ്. ടാൻഡ്രോനെ അടിച്ചിട്ടോ എന്ന് ചോദിച്ചാൽ ടാൻഡ്രോയുമായിട്ട് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ തന്നെയും ടെൻഷന് ജയിക്കാൻ അത് വേറെ ലെവൽ സ്ട്രെങ്ത് വേണം. അത് ടാൻഡ്രോ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാലും ടെൻഷന് മുമ്പിൽ ജയിക്കാൻ പറ്റുന്നില്ല. ഇവന്മാർ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും ടാൻഡ്രോയുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ പാസ്സാവുന്ന ലെവലിലേക്കും ഇതിൽ അടുത്ത ലെവലിലേക്ക് പോകുന്ന രീതിയിലും കുറേ പേരൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെൻഷൻ പറയുകയാണ്, നമ്മൾ ടാൻഡ്രോനെ മാത്രം ഞാൻ ഇതിൽ വിടാണ്. പക്ഷേ നീയൊക്കെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ഫയർ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി കത്തും. അപ്പോഴത്തേക്ക് ഇവർ പറയുന്നുണ്ട് ടാൻഡ്രോയും ഹാഷുറമാരും കൂടെ എല്ലാ ഡീമൺസിനെയും കൊല്ലും, അതുപോലെ തന്നെ നമ്മളുടെ മുസാനെയും കൊല്ലും. അപ്പോഴത്തേക്കും അതിൻ്റെ ബാക്കപ്പായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനെങ്കിലും ഞങ്ങൾ ട്രെയിൻ ചെയ്ത് വരും. ടെൻഷന് ഈ ഒരു സംഭവം മതി. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് നടത്തിയത് തന്നെ. ഇവന്മാരുടെ ഉള്ളിലൊരു ഫയർ കിട്ടിയിട്ടുണ്ട്. ഇനി അത് പടർപ്പിക്കാൻ നമ്മുടെ ടെൻഷന് നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം നേരത്ത് നമ്മളുടെ ടാൻഡ്രോ എന്ത് ചെയ്യാണ്, മോയിച്ചിറോയുടെ അടുത്തേക്ക് പോകാനായിട്ട്. ഇവിടെ എല്ലാവരും ഞങ്ങളും പെട്ടെന്ന് തന്നെ വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ടെൻഷൻ്റെ വൈഫുമാരും ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്. ടെൻഷനും പറയുന്നുണ്ട് പോയിട്ട് സൂപ്പറായിട്ട് ചെയ്യും, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. അങ്ങനെ നമ്മളുടെ ടാൻഡ്രോ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ലെവലിലേക്ക് പാസ്സായി പോകുന്നുണ്ട്. അങ്ങനെ ടാൻഡ്രോ എന്ത് ചെയ്യുന്നുണ്ട്, മോയിച്ചിറോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുന്നതും എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോയിച്ചിറോ അവിടെ എല്ലാവരെയും അടിച്ചിട്ടേക്കാണ്, ഒരുത്തരെ എടുത്തിട്ടടിക്കുകയാണ്. അതാണ് കാണുന്നത്. അതായത് മോയിച്ചിറോ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളൊക്കെ നന്നായിട്ട് ട്രെയിനിങ് എടുക്കണം, ഇങ്ങനെ പോയാൽ നീയൊന്നും ഹാഷറാവത്തില്ല എന്ന്. അത് മാത്രമല്ല അവൻ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് മതി, എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് തരാൻ. ഇല്ല, റെസ്റ്റ് ഇല്ല, നീക്ക് പരമാവധി ശ്രമിക്കണം, ഇനിയും ശ്രമിക്കണം, ഇത് പോരാ. അവിടുത്തെ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ പോകുന്നത്. കുറച്ചുകൂടെ ഹാർഷാണ് മോയിച്ചു. അവിടത്തേക്ക് ടാൻഡ്രോ ചെല്ലടം നടം വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.